ലെവലിലാണ് യൂസേഴ്സിന് നമ്മൾ ഈ ഒരു സാധനം കൊടുക്കുന്നത്. അതായത് 25 എന്ന രീതി വെച്ചാൽ ഇപ്പൊ ഇവിടെ നമുക്ക് മന്ത്ലി 25 വാങ്ങിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഒരു ഇയർലി നല്ല കുറച്ച് ആൾക്കാർ കുറച്ച് യൂസേഴ്സിനാണ് ഇവിടെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അത് ക്ലോസ് ചെയ്യും. ആ ഒരു ലൈഫ് ടൈം പ്രൊസീജിയർ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ സിസ്റ്റം വരുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക് എൻഡിൽ നിങ്ങൾക്കൊരു സ്ട്രാറ്റജി, ഇപ്പൊ ഞങ്ങളെ കമ്പനി ചെയ്ത് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ആ സ്ട്രാറ്റജിയെ പോലും നമുക്ക് എന്താക്കാം, ടൂളാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേ ആ രീതിയിൽ വരുന്ന സ്ട്രാറ്റജീസ് തന്നെയാണ് ഇത്. അല്ലാതെ ഇത് നമ്മൾ വെറുതെ ഒരു പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് കോപ്പി അടിച്ച് കൊണ്ടുവരുന്ന സ്ട്രാറ്റജി അല്ല. അങ്ങനെ ഒരു കോപ്പി പേസ്റ്റ് സ്ട്രാറ്റജി ട്രേഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂല. സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സ്ട്രാറ്റജീസ് മാത്രമേ ഇതിലിപ്പോ ഓറനെക്സ് ഡാറ്റ വന്നുകൊണ്ട് കാണുന്നുണ്ടല്ലോ. ആ ഇതിലിപ്പോ ഗ്രീൻ കളറിലാണല്ലോ കാണുന്നത്. ഒരെണ്ണം മാത്രം ബ്രഷ് കാണുന്നുണ്ട്, റെഡ് കളറിൽ കാണുന്നുണ്ട്. അപ്പോ ഈ സംഭവം എന്താന്ന് വെച്ചാ ഇതില് ഗ്രീൻ വന്നാൽ മാത്രം നമുക്ക് ട്രേഡ് എടുക്കാന്നോ? അത് ഇത് പഠിപ്പിക്കുന്ന നമ്മള് ഇതിപ്പോ ജസ്റ്റ് ഇതിന്റെ ഇന്റർനാഷണൽ തന്നതല്ലോ. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് കൺഫർമേഷൻ കാര്യങ്ങൾ, ചെറിയ കുറച്ച് ഒരു 10 മിനിറ്റിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ എന്താണ് നോക്കേണ്ടത്. പിന്നെ ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് കൂടി നമ്മൾ തരും. സെക്കൻഡ് ഫേസിൽ തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, സെക്ഷൻ ഉണ്ട്, ചെറിയൊരു സെക്ഷൻ. ഇതിലിപ്പോ ഈ ടൂള് കൊണ്ട് ഈ ടൂള് നമുക്ക് ഏതൊക്കെ ഇതൊക്കെ സാധനങ്ങളാ തരിക? ഉദാഹരണം നമ്മള് ക്രിപ്റ്റോ, ഫോറക്സ്, ഇന്ത്യൻ മാർക്കറ്റ് തരുമോ? 3 മാർക്കറ്റിലും ചെയ്യാം. നിങ്ങളിപ്പോ കാണുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ആണ്, നിഫ്റ്റി ഇന്ത്യൻ മാർക്കറ്റ് ആണ്. ഓക്കെ, ക്രിപ്റ്റോ ആണ്, BTC-യിലേക്ക് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ വരും. കാണുന്നത് BTC ആണ്. ഓക്കെ, BTC-യിൽ വന്നിട്ടുണ്ട്. അടുത്തതാണ് ഗോൾഡ് കാണിച്ചു തരാം. ഇതാണ് ഫോറക്സ്, ഗോൾഡ്. 3 മാർക്കറ്റും ചെയ്യാം, നോ പ്രോബ്ലം. നമുക്ക് സാധാരണയായിട്ട് ഒരു സ്വാഭാവികമായിട്ട് ഒരാളിപ്പോ എത്ര വെച്ച് ഏൺ ചെയ്യുന്നുണ്ട് ഈ ടൂള് വെച്ചിട്ട്? ടൂള് വെച്ചിട്ട് ഒരാള് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് അവർക്ക് അതായത് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ആരായിക്കോട്ടെ, നമ്മൾ അവർക്കൊരു ബ്ലൂ പ്രിന്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. അതായത് സിസ്റ്റത്തിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യേണ്ട സിസ്റ്റമാണ് നമ്മളിപ്പോ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സിസ്റ്റത്തിന്റെ കൂടെ എന്താക്കണം, വർക്ക് ചെയ്യണം. ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ എങ്ങനെ ആദ്യത്തെ ഒരു മാസം എങ്ങനെ എത്രയാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, അതല്ല ആ രീതിയിലാണ്. ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം അതിൻ്റെത്. ഇപ്പൊ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് ചെറിയൊരു ബ്ലൂ പ്രിന്റ് അല്ല. അതായത് ഞാൻ നിങ്ങളോട് ചെറിയൊരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു $100 ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരു $100 ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് പറ്റും. $100 ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള സിസ്റ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ 1 month നിങ്ങൾ എന്താക്കുക, നിങ്ങളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ $5 ആണ് ഡെയിലി. $5 1 രൂപ പോലും കൂടിക്കൂടാ. $5 ടാർഗറ്റ് അവിടെ നിന്ന് ട്രേഡ് ക്ലോസ് ചെയ്യണം. അങ്ങനെ $5 ടാർഗറ്റിൽ നിങ്ങൾ ടോട്ടലി ഈ $5 ടാർഗറ്റ് ടോട്ടൽ 1 month 30 ട്രേഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ $150 നിങ്ങളെ പ്രോഫിറ്റ് ആണ് ആ മാസം. 150 $100 ക്യാപിറ്റൽ, $150 എന്ന് പറഞ്ഞാൽ എത്ര പെർസെന്റേജ് ആയി? നമ്മളെ ക്യാപിറ്റലിൽ എത്ര പെർസെന്റേജ് ആണ്? $150 പ്രോഫിറ്റ് വന്നത്. $100 ആണ് ഏകദേശം 150% ആയല്ലോ. യെസ്, 150% ആണ് അവിടെ എന്നുള്ളത് നമുക്ക് പ്രോഫിറ്റ് വന്നത്. ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ സിസ്റ്റത്തിന്റെ കൂടെ വർക്ക് ചെയ്യണം. ഒരു സിസ്റ്റം നമ്മൾ വെറുതെ നിങ്ങൾക്ക് ഒരു ടൂള് തന്നിട്ട് നിങ്ങളെ മാർക്കറ്റിലേക്ക് ഇറക്കലല്ല. അതിന്റെ കൂടെ ഒരു സിസ്റ്റം കൂടി നമ്മൾ തരുന്നുണ്ട്. ആ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യണം. അത് നിങ്ങൾ ഇഷ്ടമാണ് സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നമ്മൾ നിർബന്ധിക്കുന്നില്ല. പക്ഷെ സക്സസ് എന്നുള്ള സാധനം നമുക്ക് ഇതിൽ കിട്ടണമെങ്കിൽ സിസ്റ്റം എപ്പോഴും ഫോളോ അപ്പ് ചെയ്യണം. ചിലയിടത്ത് നമ്മൾ മാറിയേ പറ്റൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ സിസ്റ്റം ഫോളോ അപ്പ് പറ്റും, ചെയ്യാൻ പറ്റും. ചില സ്ഥലത്ത് നമ്മൾ മാറി തന്നെ വേണം. അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ, അതിനൊരു ബ്ലൂ പ്രിന്റ് നമ്മൾ തരും. എങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യണം, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഒരു 12 മാസത്തേക്കുള്ള ഒരു ഫുള്ളി സെറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് തരും. അപ്പൊ ആ ഒരു പ്രൊസീജിയർ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആകും. അതായത് നല്ല രീതിയിൽ ഏർണിങ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ പോവാൻ പറ്റും. അതല്ലാതെ ഇപ്പൊ ഇനീഷ്യൽ തന്നെ ഒരു $1000 $2000 ക്യാപിറ്റൽ ഇട്ടുകൊണ്ട്
ഡെയിലി $100 ടാർഗറ്റ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ $200 ടാർഗറ്റ് ചെയ്തുകൂടെ? ആ സിസ്റ്റം അല്ല. നിങ്ങൾ $1000 നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ആദ്യത്തെ മാസം $5 നിങ്ങൾ ടാർഗറ്റ് ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പ്രോഫിറ്റും ലോസും അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം നമുക്ക് ഇതിൽ വിന്നിങ് ഉണ്ടാകാൻ പറ്റും, സക്സസ് ആകാൻ പറ്റും. വെറുതെ നമ്മൾ ചെയ്ത് പോയതിനെ കൊണ്ട് കാര്യമില്ല. നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്ന മേജർ കാര്യം എങ്ങനെ ട്രേഡ് എടുക്കാന്നല്ല, നിങ്ങൾ എങ്ങനെ ട്രേഡ് എടുക്കാതിരിക്കാന്ന് പഠിക്കാം. എന്നാൽ മാത്രം സക്സസ് ആകാൻ പറ്റും. നമ്മുടെ ക്യാപിറ്റലും കാര്യങ്ങളും നമുക്ക് സെക്യൂർ ചെയ്ത് വരണമെങ്കിൽ എങ്ങനെ ട്രേഡ് എടുക്കാതിരിക്കാം, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അതിൽ ആ വിന്നിങ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എത്താൻ പറ്റൂ. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മേജർ പ്രശ്നമാണ്, ഇനി എത്ര കൊല്ലം ആയാലും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഓവർ ട്രേഡിങ്ങും അതേപോലെ റിവെഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്ന സിസ്റ്റം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തിരിയും. ഇപ്പൊ ഇവിടെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി എന്ന് കൂട്ടാം. ഓക്കെ, ഇപ്പോ നിഫ്റ്റി എടുക്കാം. ഇപ്പൊ ഇവിടെ നിഫ്റ്റിയില് ഇന്നിപ്പോ മോർണിംഗിൽ മാർക്കറ്റിലൊക്കെ ആരായിക്കോട്ടെ, ഇതിലിപ്പോ ഇന്ന് ട്രേഡ് എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് ആയ ട്രേഡിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് അടുത്തൊരു എൻട്രിയും കൂടി എടുത്തിട്ടുണ്ടാവും. മാനുവലി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അടുത്ത ഒരു എൻട്രിയും കൂടി ഒന്നാക്കും അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാലും ഒരു ലോസ് വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മൾ അതിന്റെ പിന്നാലെ പോകും. പ്രോഫിറ്റ് ആണെങ്കിൽ അടുത്ത എൻട്രി എടുക്കും. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഓൾറെഡി മാർക്കറ്റ് എന്തായി, ഇവിടെ മാർക്കറ്റ് ഓൾറെഡി ഒരു പ്രോഫിറ്റ് വന്നു ക്ലോസ് ആയി. അപ്പൊ ഇവിടുന്ന് ആൾക്കാർ എന്താക്കിയിട്ടുണ്ടാവും, ഇത്രയും ഇവിടെ എത്തിയാലും ഒരു എൻട്രി കംപ്ലീറ്റ് ആയി, ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റ് താഴേക്ക് വരും. ഓക്കെ, ആ രീതിയിൽ അങ്ങനെയാണ് പഠിക്കുന്നത്. വലിയൊരു ഇത് വരുന്ന സമയം, ഹൈക്ക് വരുന്ന സമയം ഓട്ടോമാറ്റിക്കലി വലിയൊരു സെല്ല് ഇവിടുന്ന് വരും, മാർക്കറ്റ് താഴേക്ക് വരും. ഇവിടുന്ന് ഒരു താഴേക്ക് ഒരു ഡൗൺ ട്രെൻഡ് എടുത്തിട്ടുണ്ടാവും എൻട്രി, ഇവിടെ ഉണ്ടാക്കിയ പൈസ ഒക്കെ ഇവിടെ കൊണ്ടേ കളയും ചെയ്യും. അല്ല, ഇതാണ് ഇതിന്റെ സിസ്റ്റത്തിൽ നടക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ എന്താകില്ല, ആ ലോസ് റിക്കവർ ചെയ്യാൻ നമ്മൾ പോകും, സ്വാഭാവികമായിട്ട് പോകും. ഇതിന്റെ രണ്ടിന്റെ നടുക്ക് നിന്നുകൊണ്ട്, സെന്റർ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്താക്കണം, ട്രേഡ് ചെയ്താൽ മാത്രം സക്സസിലേക്ക് എത്താൻ പറ്റും. അപ്പം അങ്ങനെ എത്തണമെങ്കിൽ അതൊരു ഹ്യൂമൺലി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റൂല എന്നല്ല. പക്ഷെ 24 hours ഇതിലേക്ക് ഡെഡിക്കേഷൻ ചെയ്യണം. ട്രേഡിങ്ങിലേക്ക് ഡെഡിക്കേഷൻ, മെഡിറ്റേഷൻ, ഇതിന്റെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലേക്കെല്ലാം നമ്മൾ എന്താക്കണം, എത്തേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ ഒരു ടൂൾ ഉള്ളതിന്റെ കൊണ്ടുള്ള നിങ്ങൾക്കുള്ള ഒരു ഉപകാരമാണ്. അതായത് ഒന്ന്, നിങ്ങൾ ഓവർ ട്രേഡിംഗ് സിസ്റ്റത്തിലേക്കൊന്നും നിങ്ങൾ പോകില്ല. അതായത് ഒരു മെന്ററായിട്ട് കാണാം ഇതിനെ, ഒരു മെന്ററായിട്ട്. നിങ്ങൾക്ക് ഇപ്പൊ പേഴ്സണൽ മെന്ററായിട്ട് ഒരാളെ വെക്കണമെങ്കിൽ 24 hours നിങ്ങൾക്ക് കിട്ടൂല, ആളെ കിട്ടൂല. അപ്പൊ ഇതൊരു മെന്ററായിട്ട് കാണാം. ഈ ടൂൾ എന്ന് പറയുന്ന ഒരു മെന്ററാണ്, മെന്ററിങ് ടൂളായിട്ട് കാണാം. അത് തരുന്ന കാര്യങ്ങൾ ഡെസിഷൻ തന്നു കഴിഞ്ഞാൽ അതിനൊരു കൺഫർമേഷൻ മാത്രം എടുക്കുക, നിങ്ങൾ എന്താക്കുക, വോട്ട് ചെയ്യുക. അപ്പം അതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് കാര്യങ്ങൾ ക്ലാരിറ്റി വന്നിട്ടുണ്ടാകുന്നു, മനസ്സിലാവുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ ആണത്. അപ്പൊ നമ്മുടെ ഇതിൽ വന്നിട്ട് $5 $5 നമ്മൾ മിനിമം ഉദ്ദേശിക്കുന്നത് അല്ലേ, പെർ ഡേ? അതായത് അത് അങ്ങനെ, അത് ഒരു മാസത്തേക്ക് എല്ലാ മാസവും $5 സിസ്റ്റം അല്ല. അത് ഓരോ മാസത്തിലും അതിന്റെ സിസ്റ്റം, നമ്മൾ സിസ്റ്റം ബിൽഡാക്കി കൊടുത്താൽ നിങ്ങളെ കയ്യിൽ തരും. അതിന്റെ ബ്ലൂ പ്രിന്റ് ഓൾറെഡി ഉണ്ട് ഞങ്ങളെ കയ്യിൽ, അത് ഓൾറെഡി തരും. അതനുസരിച്ച് മാത്രം നിങ്ങൾ എന്താക്കുക, നിങ്ങൾ മാർക്കറ്റിൽ വോട്ട് ചെയ്യാം. അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ സെറ്റ് ചെയ്ത് തരും. അതനുസരിച്ച് മാത്രമാണ് വോട്ട് ചെയ്യേണ്ടത്. അത് ഓൾറെഡി നമ്മൾ തരും. അത് ഓൾറെഡി ജോയിൻ ചെയ്ത് ടോട്ടൽ ക്യാപിറ്റലിന് എത്ര പെർസെന്റേജ് ചെയ്യാ? ടോട്ടൽ ക്യാപിറ്റലിൽ എത്ര പെർസെന്റേജ് ട്രേഡ് ചെയ്യാന്നാണോ? ക്യാപിറ്റൽ ഇപ്പൊ $100 ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ $100 ക്യാപിറ്റൽ നിങ്ങളെ കയ്യിലുണ്ട്. ഓക്കെ, $100 ക്യാപിറ്റൽ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു 1 മന്തിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി $5 എന്ന രീതിയിൽ ടാർഗറ്റ് ഡെയിലി എടുത്താൽ മതി. ആദ്യത്തെ മാസം ചെറിയ എക്സാമ്പിൾ പറയാ, ആദ്യത്തെ ഒരു 3 മാസം പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ $100 ക്യാപിറ്റൽ വെച്ചുകൊണ്ട് ഡെയിലി $5 ക്യാപിറ്റലിലേക്ക് പോയി കഴിഞ്ഞാല് ആദ്യത്തെ മാസം $150 പ്രോഫിറ്റ് കിട്ടും. $5 മേക്ക് ചെയ്യാൻ പറ്റും. $100 കൊണ്ട് 5 മേക്ക് ചെയ്യാം, 5 മേക്ക് ചെയ്യാൻ പറ്റും. അത് 10 20
ഇതിലേക്ക് എത്താൻ പറ്റൂല. വെറും $5 മേക്ക് ചെയ്യാൻ പറ്റും. 5% പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ മേക്ക് ചെയ്താൽ ഒരു മാസം കൊണ്ട് $150 കിട്ടും. ടോട്ടൽ നിങ്ങളെ $100 ക്യാപിറ്റലും $150 പ്രോഫിറ്റും. രണ്ടാമത്തെ മാസം നിങ്ങളെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് $250 ആണ്. ഈ $250 കൊണ്ട് രണ്ടാമത്തെ മാസം നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് $10-നെയാണ്. ഒരു മാസം നിങ്ങൾ $10 കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് $300 പ്രോഫിറ്റ് ആണ്. $100 $250 ക്യാപിറ്റലും ഉണ്ട്. ടോട്ടൽ $550 രണ്ടാമത്തെ മാസം നിങ്ങളുടെ അക്കൗണ്ടിന്റെ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടാവും. പക്ഷെ പ്രൊസീജിയർ ഇത് തന്നെ ഫോളോ അപ്പ് ചെയ്യണം. മൂന്നാമത്തെ മാസം നിങ്ങൾ ഈ $550 വെച്ചുകൊണ്ട് എന്താക്കണം, നിങ്ങൾ എത്ര ഡോളർ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം? $20 നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. $550 വെച്ചുകൊണ്ട് $20 നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ് ചെയ്യാം. $600 ആയിരിക്കും നിങ്ങൾ ഒരു 30 ട്രേഡിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. $20 ടാർഗറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ $600 പ്രോഫിറ്റും $550 നിങ്ങളെ ക്യാപിറ്റലും ഉണ്ട്. അതായത് $1150 നിങ്ങളെ 3 മാസം കൊണ്ട് നിങ്ങളെ നെറ്റ് ക്യാപിറ്റലാണ്. അല്ല, ഇതിപ്പോ ചെയ്യാൻ പറ്റുമോ പല ആൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യാത്തവർക്ക് ഇത് ചെയ്യാനും പറ്റൂല. ഒരു ദിവസവും 2 ദിവസവും ചെയ്യേണ്ട കാര്യമല്ല. 365 ദിവസം നിങ്ങൾ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യണം. ആദ്യത്തെ ഒരു 3 മാസം നിങ്ങൾ ഓരോ ക്വാർട്ടറിലും അതായത് ഒരു ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 എന്ന രീതിയുണ്ട്. ആ ഫേസ് 1 കംപ്ലീറ്റ് ആകുന്ന ഒരു സിസ്റ്റം അല്ല. അതല്ലാതെ ഒരു മാസം സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുക, ഒരു മാസം നിങ്ങൾ നിങ്ങളതായ രീതിയിൽ ചെയ്യുക, അതല്ല. നിങ്ങൾക്ക് ഇതാവണമെങ്കിൽ ഈ ആദ്യത്തെ ഈ 4 ഫേസ് നിങ്ങൾ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യുക. വെച്ചാല് എല്ലാവരും സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് മാർക്കറ്റിൽ എല്ലാവരും സെർച്ച് ചെയ്യും. അതായത് സെബി പറഞ്ഞ കാര്യങ്ങളാണ്. 95% ട്രേഡേഴ്സ് ഫെയിലിയർ ആണ്. എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഇതാണ്. എത്ര ആൾക്കാരാണ് ഫെയിലിയർ ഉള്ളത്? എത്ര ആള്? ആരും ഇത് സക്സസ് ആയ 5% ആൾക്കാർ അല്ലെങ്കിൽ 2% ആൾക്കാർ സക്സസ് ആയിട്ടുണ്ട്. അവരെങ്ങനെ സക്സസ് ആയി, അവരെന്താണ് സിസ്റ്റം എന്നുള്ളത് ആരും സെർച്ച് ചെയ്ത് നോക്കുന്നില്ല. ഇത് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. സക്സസ് ആയ ട്രേഡേഴ്സ് എങ്ങനെയാണ്, അവരൊരു ദിവസം കൊണ്ട് സക്സസ് ആയതാണോ, എങ്ങനെയാണ് ഒരു പാറ്റേൺ വരുന്നതെന്നുള്ളത്. ഒരു ട്രേഡറും അതായത് ഒരു 10 ലക്ഷം അല്ല, 20 ലക്ഷം അല്ല, ഒരു കോടി ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ആൾക്കൊരു സിസ്റ്റം ഉണ്ടാവും. സിസ്റ്റത്തിന്റെ പിന്നാലെ മാത്രമേ ആള് പോകും. അതായത് ഇന്ന് എത്രയാണ്, ഒരു മാസം എനിക്ക് എത്രയാണ് ടോട്ടൽ റവന്യൂ വരേണ്ടത്, 1 ഇയറിലേക്ക് എത്ര ടോട്ടൽ റവന്യൂ വരണം വെച്ചാല് ഈ ആദ്യത്തെ 3 മാസം നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് സേവിങ്സ് ഇല്ല. ആ ക്യാപിറ്റലിലേക്ക് തന്നെ വരുന്ന എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. വെച്ചാൽ മാത്തമാറ്റിക്കൽ കണക്ക് ഒരു സിസ്റ്റം, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇല്ലാതെ ഇതിൽ നമുക്ക് പ്രോഫിറ്റിനെ സേവ് ചെയ്യാൻ പഠിക്കാൻ പറ്റൂല. 4ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് സേവിങ്സ് വരാൻ തുടങ്ങും. 4ാമത്തെ മാസം മുതൽ നിങ്ങൾക്ക് എന്താക്കാം, ഏകദേശം ഒരു $150 മുതൽ സേവിങ്സ് 4ാമത്തെ മാസം മുതലേ നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഇത് ഒരു സിസ്റ്റം ആണ്. സിസ്റ്റം എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ഞാൻ ചെറിയൊരു ഉദാഹരണം എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ എത്ര, അതായത് പല ആൾക്കാരും ചോദിക്കും, അതായത് എന്തിനാണ് നമ്മൾ ഈ $100 തുടങ്ങുന്നത്? നമുക്കൊരു $10,000 കപ്പാസിറ്റി ഉണ്ട് ഇവിടെ. അപ്പൊ $10,000 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായിക്കൂടെ, ഡെയിലി $1,000 ടാർഗറ്റ് ചെയ്തുകൂടെ, $1,000 എടുത്തൂടെ, ഒരു 3 മാസത്തെ പ്രൊസീജിയർ ഒരുമിച്ച് ചെയ്തുകൂടെ എന്ന്. നമുക്ക് പെട്ടെന്ന് ഒരു 3 മാസം കൊണ്ട് കാര്യങ്ങൾ കിട്ടൂലെന്ന്. ഞാൻ അവരോട് ഒറ്റ ഉദാഹരണം അല്ല, അതായത് ഈ സിസ്റ്റം കൊടുക്കുന്ന ഈ സിസ്റ്റം കൊടുക്കുന്ന സമയം ഞാൻ പറയാ, ഈ സിസ്റ്റം കൊടുക്കുന്ന സമയം എന്നോട് പല ആൾക്കാരും ചോദിക്കും, അതായത് ഞാൻ ഒരു $10,000 ക്യാപിറ്റൽ എന്റെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, അപ്പൊ എനിക്ക് $1,000 ഡെയിലി ടാർഗറ്റ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ $2,000 ചെയ്തുകൂടെ എന്ന്. ഞാൻ അവരോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം അവരോട് ഞാൻ പറയും, അതായത് നിങ്ങളെ കയ്യിൽ ഒരു 4 കോടി ഉണ്ട് തന്നെ കൂട്ടാം, അല്ലെങ്കിൽ 10 കോടി ഉണ്ട്, നിങ്ങൾക്ക് ഒരു വീട് എടുക്കണം. നിങ്ങൾ പറയാണത് 3 മാസം കൊണ്ട് വീട് തീർത്തേരണം എന്ന് പറഞ്ഞ ആള് തീർത്തേരും. പണിയെടുക്കുന്നവര് അവിടെ നമുക്ക് കയറി നിൽക്കാൻ പറ്റൂല. ഒരു വീട് എടുക്കണമെങ്കിൽ അതിന്റെ ഒരു ടൈം ഉണ്ട്. എത്ര ക്യാഷ് നമ്മളെ കൈമ റെഡി ക്യാഷ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വീട് എടുക്കണമെങ്കിൽ, പെട്ടെന്ന് ഒരു പുതിയ വീട് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അത് ബേസ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ അതിന്റെ പ്രോപ്പർ റൂട്ടിലല്ലെങ്കിൽ അതെന്താവില്ല, അത് നിലനിൽക്കൂല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോമ്പൗണ്ടിങ് സെറ്റപ്പിലാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? യെസ്, ആ കോമ്പൗണ്ടിങ് സെറ്റപ്പ് ഇല്ലാതെ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് കയറാൻ പറ്റൂല, ഒരിക്കലും കയറാൻ പറ്റൂല. അതാണ് പറഞ്ഞത്, സിസ്റ്റം നിർബന്ധമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, നിങ്ങൾ എന്താണ് ഈ മാസം നിങ്ങളെ നിങ്ങൾക്ക് അടുത്ത 3 മാസം എങ്ങനെയാണ് നിങ്ങളൊരു പ്രോഫിറ്റ് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്, എത്രയാണ് നിങ്ങളെ ടാർഗറ്റിംഗ് വരുന്നത് ഡെയിലി, എത്രയാണ് നിങ്ങളെ ക്യാപിറ്റലിംഗ് വരുന്നത് വെച്ചാൽ അത് എന്നോട് ചോദിച്ച് ഞാൻ പറയും.
എനിക്ക് എന്റെ അടുത്ത 4, അതായത് അടുത്ത ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ഷെഡ്യൂൾ ഉണ്ട്. ഇന്ന് എത്രയാണ് എന്റെ ടാർഗറ്റ്, ഇന്ന് എന്റെ ക്യാപിറ്റൽ എത്രയാണ്, ക്യാപിറ്റൽ ഇന്നൊക്കെ എത്ര പ്രോഫിറ്റ് എനിക്ക് ഇന്ന് വരണം. എനിക്ക് ഉണ്ട്. ആ പ്രോഫിറ്റ് വന്നതിന് അവിടെ സ്റ്റോപ്പാ. നാളെ എത്രയാണ്, അത് ഈ മാസം എങ്ങനെയാണ്, എനിക്ക് എന്റെ ടാർഗറ്റ് കറക്റ്റ്. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പ്രോഫിറ്റ് ഇന്ന് പല ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നം, പ്രോഫിറ്റ് കാണും $5, $10, $9, $60 പ്രോഫിറ്റ് കണ്ടിട്ട് എന്താണെന്നുണ്ടാവും, SL അടിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഫുൾ ടാർഗറ്റിന് വേണ്ടി കാത്തിക്കുക, ഒരു $5 പ്രോഫിറ്റിന് അധികം കിട്ടാൻ വേണ്ടി കാത്തിക്കുക. അതിന്റെ ഒരു പ്രശ്നം, അങ്ങനെ SLലേക്ക് എത്താനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടാർഗറ്റ് ഇല്ല. അവർക്ക് അറിയില്ല ഇന്ന് എത്ര ഞാൻ അച്ചീവ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. നാളെ എത്ര അച്ചീവ് ചെയ്യണമെന്ന് ആ വ്യക്തിക്ക് അറിയില്ല. അതുകൊണ്ടാണ് SL അടിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ സിസ്റ്റം നിങ്ങൾക്ക് കാണാം. ഈ TP1, TP2, TP ഇങ്ങനെ ഈ 4 TP കൊടുക്കാൻ കാരണം, നമ്മൾ എൻട്രി എടുക്കുന്ന സമയം 4 TP തന്നെ എടുക്കണം. TP1 എടുക്കണം, TP2 സെറ്റ് ചെയ്യണം, TP3 സെറ്റ് ചെയ്യണം, TP4 സെറ്റ് ചെയ്യണം. അതായത് എല്ലാ ട്രേഡും TP4 എത്തണം എന്നില്ല. TP1 എത്തിക്കഴിഞ്ഞാല് ആ TP1 വരെയുള്ള പ്രോഫിറ്റ് സെക്യൂർ ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തിരിയും ഇതിന്റെ ഒരു പ്രൊസീജിയർ. ഇപ്പൊ ഇവിടുന്ന് TP1 എത്തി, ഓക്കെ, പിന്നെ TP2 എത്തി, ചെറിയൊരു ഹൈക്ക് വന്നു, പിന്നെ TP3 എത്തി, ചെറിയൊരു ഹൈക്ക് വന്നിട്ട് പിന്നെയാണ് TP4 എത്തുന്നത്. ഇതാണ് മാർക്കറ്റിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അല്ലാതെ മാർക്കറ്റ് ഇപ്പൊ ഇവിടുന്ന് ഒറ്റയടിക്ക് ഇങ്ങനെ പോകില്ല, കുത്തനെ പോകില്ല. അത് ചെറിയ അതിന് ഇതാണ് ഒരു സൈഡ് വൈസ് പ്രൊസീജിയറിലാണ് മാർക്കറ്റ് എപ്പോഴും നല്ല രീതി. അപ്പൊ TP1 എടുക്കുക. TP1 ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ TP1 ഇവിടുന്ന് എൻട്രി മുതൽ TP1 വരെ ഇവിടെ ആയിരിക്കും SL ഉണ്ടാവല്. നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തിക്കഴിഞ്ഞാല് TP1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ SL ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി അടുത്തേക്ക് മാറണം. ഈ എൻട്രി പോയിന്റ് ആയിരിക്കും നിങ്ങളെ SL വരുന്നത്. ഓക്കെ, TP1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ SL ഇതിന്റെ അടുക്കിലേക്ക് വരണം. പിന്നെ ഇവിടെയാണ് TP1 ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പിന്നെ നിങ്ങളെ ട്രേഡ് നടക്കല്. ഇവിടുത്തെ SL ഒക്കെ മാറി ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും ഇവിടെ ട്രേഡ്. ഇത് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ TP2 എത്തി കഴിഞ്ഞാൽ എൻട്രി എന്താണ് ഇവിടത്തേക്ക് വരണം, TP1ലേക്ക് എൻട്രി വരണം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ട്രേഡ് നടക്കുന്നത്. ഈ രീതിയിൽ പ്രോഫിറ്റിന്, അപ്പൊ ഈ 2 പ്രോഫിറ്റ് അവിടെ സെക്യൂർ ആയി, ആ എമൗണ്ട് നിങ്ങളെ വാലറ്റിലേക്ക് കയറി ഓൾറെഡി. ഈ രീതിയിൽ വേണം പ്രോഫിറ്റിനെ സെക്യൂർ ചെയ്ത് മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് പ്രോഫിറ്റ് ആരും സെക്യൂർ ചെയ്യാൻ പഠിക്കുന്നില്ല മാർക്കറ്റിൽ. അതാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, സിസ്റ്റം ഉണ്ട്. സിസ്റ്റം നമ്മൾ ഇതിന്റെ കൂടെ തരും. അല്ലാതെ വെറുതെ നിങ്ങൾ ടൂള് പർച്ചേസ് ചെയ്യുക, കാര്യങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാന്നുള്ള സിസ്റ്റം അല്ല. സിസ്റ്റം ഫോളോ അപ്പ് ചെയ്താൽ മാത്രം, സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യേണ്ടാവുന്ന ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും സിസ്റ്റം കൂടെ ഉണ്ടെങ്കിൽ. സിസ്റ്റത്തിന്റെ പുറത്താണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിക്കോട്ടെ അത് ലോസ് ആയിക്കോട്ടെ അക്സെപ്റ്റ് ഒരിക്കലും ചെയ്യാൻ പറ്റൂല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഓക്കെ അല്ലേ? അത് കാര്യം നമ്മൾ ഏകദേശം ട്രേഡ് ഒരു 1 ഡേ എത്ര ട്രേഡ് വരെ എടുക്കും? 1 ഡേ എത്ര ട്രേഡ് വരെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ടാർഗറ്റ് എത്രയാണ്, അത് അച്ചീവ് ആണെങ്കിൽ ഇപ്പൊ എത്ര ട്രേഡ് എടുക്കണം എന്ന് നിങ്ങൾക്ക് തന്നെ കണക്കൂട്ടാം. ഇപ്പൊ $5 ടാർഗറ്റ് ആണ്, ഒറ്റ ട്രേഡിൽ $5 ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. എത്ര ട്രേഡ് എടുക്കാന്നല്ല, നിങ്ങൾ അച്ചീവ്മെന്റ് എപ്പോഴാണ് ക്ലോസ് ആകുന്നത്, നിങ്ങളെ അന്നത്തെ ടാർഗറ്റ് എവിടെ ഏത് ട്രേഡിൽ ക്ലോസ് ആകുന്ന അവിടെ നിർത്തണം. അതിന് ഒരു ട്രേഡിൽ ക്ലോസ് ആണെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യണം, 2 ട്രേഡിലാണെങ്കിൽ അവിടെ നിൽക്കണം. കുറെ ട്രേഡ് എടുക്കാന്നുള്ള സിസ്റ്റം അല്ല. പിന്നെ ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടി എപ്പോഴും മാർക്കറ്റിൽ ഇരിക്കണം എന്നല്ല, നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്യുക. ഇപ്പൊ എന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്, ഞാൻ രാവിലെ മോർണിംഗ് 10 മണിക്ക് മാർക്കറ്റിൽ ഉണ്ടാവും, അതേപോലെ ഈവനിങ് 8:30 ഞാൻ മാർക്കറ്റിൽ ഉണ്ടാവും. ഈ 2 ടൈമിൽ ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ, എനിക്ക് ഇന്ന് ടാർഗറ്റ് ഉണ്ടെങ്കിൽ കൂടി ഈ 2 ടൈമിൽ ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ. എന്റെ സിസ്റ്റം കാണിച്ചു തരണം, അത് പ്രോപ്പർ ട്രേഡ് പ്രോപ്പർ കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കൂ. വേറൊരു ടൈം ഫ്രെയിമിൽ വേറൊരു ടൈമിൽ എനിക്ക് ഇന്ന് ട്രേഡ് എടുക്കണം, ഓക്കെ, ഇന്ന് രാവിലെ കിട്ടിയിട്ട എന്നാൽ ഉച്ചക്കൊന്നും ഇരിക്കാം, അല്ല വൈകുന്നേരം ഒന്നും ഇരിക്കാം, രാത്രി കിട്ടിയിട്ട അതിന് ശേഷം ഒന്നും ഇരിക്കാം, ആ ഒരു കോൺസെപ്റ്റ് ഇല്ല. ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഒരു പ്രശ്നവും നടക്കുന്നില്ല, നാളെ എനിക്ക് ട്രേഡ് കിട്ടും. നിങ്ങളെ ടൈം ഷെഡ്യൂൾ ചെയ്യണം. നിങ്ങളെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏത് ടൈമാണ് നിങ്ങൾ ഫ്രീ, അത് ആ ടൈം എപ്പോഴും ആ ടൈം അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക. ആ ടൈം ആകുമ്പോൾ നിങ്ങൾ അതിലേക്ക് മാർക്കറ്റിൽ ഒരു
ഓക്കെ ഒരു 20 മിനിറ്റ് ആണെങ്കിൽ എത്ര മിനിറ്റ് ആണ് ഇരിക്കുന്നത് ആ ടൈം ഇരിക്കുക. ആ ടൈമിനുള്ളിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആയിക്കൂടാ, മാറ്റിക്കൂടാ. എനിക്ക് ഞാൻ ഇരിക്കുന്ന ടൈം ഞാൻ 2 മണിക്കൂർ ഞാൻ ഇരിക്കലില്ല. രാവിലെ മോർണിംഗ് 1 മണിക്കൂറും ഈവനിങ് 1 മണിക്കൂർ ഞാൻ ഇരിക്കലുണ്ട്. ആ ടൈമിൽ എൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കലുള്ളൂ, അല്ലെങ്കിൽ എടുക്കൂല. ഇപ്പൊ ഇന്നത്തെ നിഫ്റ്റി ഇന്നത്തെ നിഫ്റ്റി ഓൾറെഡി ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ നിഫ്റ്റി ഓൾറെഡി അടുത്തൊരു ഇത് വന്നിട്ടില്ല. ഇപ്പൊ ഏകദേശം ഒരു 1 hour ആയി, അടുത്തൊരു സാധനം വന്നിട്ടില്ല. അത് ഞാൻ എക്സിറ്റ് ആകുന്നതിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കൂ. ഇതിൽ എനിക്ക് കുഴപ്പമില്ല. ഓൾറെഡി ഇന്നലെ ഒരു ട്രേഡ് കിട്ടിയപ്പോൾ ഞാൻ എക്സിറ്റ് ആകുന്നതിന് മുന്നേ ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം. അതല്ലാതെ ട്രേഡ് എടുക്കാൻ വേണ്ടി ഫുൾ നന്നാക്കണ്ട, ഇതില് മാറ്റി മാറ്റി ഇരുന്നിട്ട് ആവശ്യമില്ല. 5 മിനിറ്റും 15 മിനിറ്റിന്റെ ചാർട്ടിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. സ്കാൽപ്പിംഗ് ആണ് ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന സിസ്റ്റം വരുന്നത്, സ്ട്രാറ്റജി വരുന്നത്. അപ്പം അത് ഓക്കെ അല്ലേ കാര്യങ്ങള്? നിങ്ങൾക്ക് ചോദിക്കാട്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ഫൈനൽ ഔട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ ആണോ കാര്യങ്ങള്? നമുക്ക് എന്നാലും പറഞ്ഞു ഓക്കെയാണ്. ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് നിങ്ങളെ ടീമായിട്ട് ഒന്ന് കാര്യങ്ങൾ അവരായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ അവർ ഫോർവേഡ് ചെയ്യും. അവരായിട്ടൊന്ന് ഡിസ്കഷൻ ചെയ്താൽ മതി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇതൊന്ന് അപ്ഡേഷൻ അറിയിച്ചു. ഞാനും എന്റെ ഫ്രണ്ടും കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഉദ്ദേശം. ഞങ്ങൾ രണ്ടുപേരും 50-50 ഇട്ടാൽ മതിയല്ലോ. ഓക്കെ മതി. ഒന്നില് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഒരു സിസ്റ്റത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? അതായത് നിങ്ങളിപ്പോ പറയാൻ കാരണം നിങ്ങളൊരു IP അഡ്രസ്സിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റും. ആ സെയിം ഇമെയിൽ ഐഡി വെച്ച് വേറെ തുറക്കാൻ പറ്റൂല. അങ്ങനെ തുറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ആവും. അതായത് നിങ്ങളിപ്പോ ഒരു ഇമെയിൽ ഐഡിയും കാര്യങ്ങളും തന്നു, നിങ്ങളെ ഡിവൈസിന്റെ IP 2 IP തരണം. ആ IP അല്ലാത്ത വേറൊന്നിലേക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാധനം ബ്ലോക്ക് ആവും. ട്രേഡിംഗ് തന്നെ ബ്ലോക്ക് ചെയ്യും. ഒരു IP ഇതും ഒരു IP വേറെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കൊടുക്കാൻ പറ്റൂല. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങളെ മൊബൈലിന്റെ IP ആയിരിക്കും, ട്രേഡിംഗ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ അതായത് വെച്ചാല് നിങ്ങളെ IP എന്ന് പറഞ്ഞാൽ മൊബൈൽ ഡിവൈസ് ആരുടെ പേരിലാണ് അവർക്ക് ഡിറ്റക്ട് ചെയ്യുക, അതാണ് IP കാണിക്കുന്നത്. ഡിവൈസിന്റെ ആളെ ഓണർ ആരാന്ന് കിട്ടും IP കിട്ടി കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉണ്ടാവും. നിങ്ങളെ പേര് തന്നെ ഇമെയിൽ ഐഡി പാസ്വേഡ് തുടങ്ങണം. ഇമെയിൽ ഐഡിയും പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരണം. അതിനാണ് നമ്മൾ ID പ്രൂഫ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ ഇത് ട്രേഡിംഗ് വ്യൂവിന്റെ സിസ്റ്റം ആണ്. ട്രേഡിംഗ് വ്യൂവിന്റെ ബാക്ക് എൻഡിലേക്ക് വരുന്നതുകൊണ്ട് ട്രേഡിംഗ് വ്യൂ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ അവൻ പുറത്തൊരു ഫംഗ്ഷനിൽ പെട്ടെ, അവനും കൂടി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തരാണെങ്കിൽ ഞാൻ അവനിക്ക് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഒരു റെക്കോർഡ് സെക്ഷൻ നമ്മൾ റെക്കോർഡ് കൊടുക്കുന്ന റെക്കോർഡ് സെക്ഷൻ ഉണ്ട്. ആ റെക്കോർഡ് സെക്ഷൻ ഞാൻ അയച്ചു തരാൻ പറയാം. ഓക്കെ, കുട്ടി ആരാണ് കണക്ട് ചെയ്ത ആളുണ്ടെന്ന് പറഞ്ഞാൽ മതി. റെക്കോർഡ് സെക്ഷൻ അയച്ചു തരാൻ ഞാൻ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളും തന്നെ ഒന്ന് കൊടുത്താൽ അത് എന്താണെന്നുള്ളത് പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ.